ആരാണ് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദ് തിലാവ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന 7-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 18-ാമത്തെ വചനമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. നീ കണ്ടില്ലേ, നിശ്ചയമായും അള്ളാഹു ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജീവജാലങ്ങളും മനുഷ്യരിൽ നിന്ന് വളരെ ആളുകളും അവന് സുജൂദ് സാഷ്ടാംഗം നമസ്കാരം ചെയ്തു വരുന്ന വസ്തുത. വളരെ ആളുകളാകട്ടെ അവരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ഏതൊരുവനെ നിന്ദിക്കുന്നുവോ അവനെ മാനിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല. നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നതാകുന്നു. സുജൂദ് തിലാവ ചെയ്യേണ്ടുന്ന ഒരു ആയത്താണിത്. ഈ സൂറത്തിൽ 2 സ്ഥലത്ത് സുജൂദ് ചെയ്യേണ്ടതുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 2-ാമത്തെ സ്ഥലം 77-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ ഭരണവ്യവസ്ഥയും ഓരോ വസ്തുവിനും അവൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പ്രകൃതി നിയമവും അനുസരിക്കുക, അതിന് പൂർണ്ണ വിധേയമായി നിലകൊള്ളുക എന്നീ അർത്ഥത്തിലുള്ള സുജൂദിന് മേൽപ്പറഞ്ഞ എല്ലാ വസ്തുക്കളും വിധേയരാകുന്നു. യാതൊന്നും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. ഇതിന്റെയും സുജൂദ് എപ്രകാരം പ്രകടമാക്കുമെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ല. അവയുടെ സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ അതറിയുകയുള്ളൂ. എന്നാൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരോട് മേൽപ്പറഞ്ഞ അനുസരണമാകുന്ന സുജൂദിന് പുറമെ ആരാധനയുടെ സുജൂദ് കൂടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ അതിന് കടമപ്പെട്ടവരുമാകുന്നു. ജസാക്കല്ലാഹ് ഖൈർ.